ജമ്മുവിലെ തിരക്കേറിയ ബസ് സ്റ്റാൻഡിൽ ഉഗ്രസ്ഫോടനം 18 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യക്കെതിരായ ആക്രമണത്തിന് പാക് രഹസ്യാന്വേഷണ സംഘം ജെയ്ഷെ മുഹമ്മദിനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി മുൻ പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫ് രംഗത്തെത്തി. സംയോജിതമായ ഇടപെടൽ നടത്തിയതിനാലാണ് ഇന്ത്യയുമായുള്ള യുദ്ധം ഒഴിവായതെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞു. ജമ്മുവിൽ ബസ് സ്റ്റാൻഡിൽ ഗ്രനേഡ് സ്ഫോടനത്തിൽ 18 പേർക്ക് പരിക്കേറ്റു. തിരക്കേറിയ ബസ് സ്റ്റാൻഡിൽ ബസ്സിൽ ഒളിപ്പിച്ച സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത്. We are working on leads all the time whenever we get generic inputs, but there was nothing very specific about this. കുപ്വാര ജില്ലയിലെ ഹന്ദ്വാരയിൽ സുരക്ഷാ സൈനികരും ഭീകരരും തമ്മിൽ വെടിവെപ്പുണ്ടായി. ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. കൂടുതൽ ഭീകരരുണ്ടെന്ന സൂചനകളെ തുടർന്ന് വ്യാപക തെരച്ചിൽ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഷോപ്പിയാനിൽ ഭീകരരുടെ ഒളിത്താവളങ്ങൾ സുരക്ഷാസേന തകർത്തിരുന്നു. പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് കശ്മീരിലെത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും സന്ദർശനം നീട്ടിവെച്ചു. സന്ദർഭോചിതമായ ഇടപെടലിലൂടെ ഇന്ത്യയുമായുള്ള യുദ്ധമൊഴിവായെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞു. സംഘർഷമായെങ്കിലും ഭീഷണി തുടരുന്നുവെന്നും ഇമ്രാൻ പറഞ്ഞു. അതേസമയം ജെയ്ഷെ ഭീകര സംഘത്തിനെതിരെ കർശന നടപടി ആവശ്യമാണെന്ന് മുൻ പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫ് പറഞ്ഞു. ന്യൂസ് 18 ഡൽഹി.